ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. വഴിയിൽ നിന്ന് കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയെ ഏൽപ്പിച്ച് 5 അംഗ വിദ്യാർത്ഥി കൂട്ടം നാടിന് മാതൃകയായി. മണ്ണാർക്കാട് തച്ചനാട്ടുകര ചെത്തല്ലൂർ തെക്കുമുറിയിലാണ് സംഭവം. അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ ജയചന്ദ്രൻ ചെത്തല്ലൂരിന്റെ ഇടപെടൽ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ഇവർക്ക് സഹായമായി. ആഴ്ചകൾക്ക് മുൻപ് തെക്കുമുറി ഊരക്കാട് ആദംകോട് കരിങ്കരയിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മിഥുനും കൂട്ടുകാരായ നിവീത്, സംഗീത്, സുജിത്, ശ്രീരാഗ് എന്നിവർക്കുമാണ് റോഡിൽ നിന്നും ബ്രേസ്ലെറ്റ് ലഭിച്ചത്. സ്വർണം തന്നെയാണോ എന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. തുടർന്ന് സമീപത്തുള്ള ചോലയിൽ ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ ആഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും അന്വേഷിച്ചു വരാത്തതിനെ തുടർന്ന് കുട്ടികൾ കളഞ്ഞുകിട്ടിയ സ്വർണം സമീപത്തുള്ള അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ ജയചന്ദ്രൻ ചെത്തല്ലൂരിനെ ഏൽപ്പിക്കുകയായിരുന്നു. കളി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വീട്ടിന്റെ മുമ്പിൽ നിന്ന് ഒരു സ്വർണ്ണാഭരണം കിട്ടി. ഞങ്ങൾക്ക് ആദ്യം ഇത് സ്വർണ്ണമെന്ന് മനസ്സിലായില്ല. അപ്പോൾ അടുത്തുള്ള എൻ്റെ വലിയച്ഛനാണ് മാഷ്. അപ്പോൾ അവർക്ക് കൊണ്ടേ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് യഥാർത്ഥ ആൾക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ കൊടുക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് വളരെ സന്തോഷം. തുടർന്ന് സ്വർണ്ണക്കടയിലും ബാങ്കുകളിലും പോയി ഇത് സ്വർണ്ണമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ടെലിവിഷനിലും ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലും ആഭരണത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടു. ഇതോടെ 16 പേരാണ് സ്വർണ്ണാഭരണങ്ങൾ പോയതുമായി ബന്ധപ്പെട്ട് വിളിച്ചത്. കളഞ്ഞു കിട്ടിയ സ്വർണവുമായി ബന്ധപ്പെട്ട് യോജിപ്പുള്ള 2 പേരാണ് വിളിച്ചത്. ഇതോടെ പ്രശ്നം സങ്കീർണമായി. ഉടമകൾ അയച്ചു തന്ന ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ ജ്വല്ലറിയിൽ പോയി നോക്കുമ്പോൾ പ്രദേശവാസിയായ അമ്പലത്ത് ഗോപകുമാറിന്റെ മകൾ ഗൗതമിയുടേതായിരുന്നു വീണ് കിട്ടിയ അരപ്പവൻ സ്വർണ്ണാഭരണമെന്ന് ബോധ്യമായി. സ്ഥലം വാർഡ് മെമ്പറായ അബ്ദുൾ മജീദിന്റെ സാന്നിധ്യത്തിൽ സ്വർണം ഉടമയ്ക്ക് കൈമാറി. ചെത്തല്ലൂരിന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന്. കാരണം ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾ ഒരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടുകയും അതവർ നോക്കിയപ്പോൾ യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവർ എൻ്റെ കയ്യിൽ കൊണ്ടുവരികയും ഞാനത് നോക്കി എനിക്കും സംഭവം മനസ്സിലായില്ല. എന്നിട്ടാണ് പിന്നെ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് അതിൽ യഥാർത്ഥ സ്വർണ്ണമാണെന്ന് മനസ്സിലായത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ ഗ്രൂപ്പുകളിലും കൊടുത്ത ശേഷം 16 ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത്. ഗോപകുമാറും മകളും കാമ്പുരത്തേക്ക് ഓട്ടോറിക്ഷയിൽ പോകും വഴിയാണ് ആഭരണം നഷ്ടപ്പെട്ടത്. ഒരുപാട് ദിവസം തിരച്ചിൽ നടത്തി. പിന്നീട് ജയചന്ദ്രൻ ചെത്തല്ലൂരിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ആഭരണം കണ്ടെത്താൻ സഹായകരമായതെന്ന് ഗോപകുമാർ പറഞ്ഞു. ഞങ്ങൾ കാമ്പറത്ത് പോയി വരുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് വരുമായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കയ്യിൽ സാധനം കാണാനില്ല. പിന്നെ തിരിച്ച് അവിടെ പോയി തിരയുകയും പുഴയിൽ ഇറങ്ങി തിരയുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവസാനം പിന്നെ എന്താണ് ഗ്രൂപ്പുകളിൽ നിന്ന് അറിഞ്ഞാണ്. സന്തോഷമുണ്ട്. എല്ലാ കുട്ടികളോടും നന്ദി പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെ മിഥുനോടും. ആഭരണം തിരിച്ചു കിട്ടാൻ കാരണമായ 5 വിദ്യാർത്ഥികൾക്കും സന്തോഷം പങ്കുവെച്ച് ഗോപകുമാർ വാച്ചുകളും നൽകി. ഏറെ ദിവസങ്ങൾ പ്രയാസപ്പെട്ടെങ്കിലും യഥാർത്ഥ വ്യക്തിയെ തന്നെ സ്വർണ്ണാഭരണം ഏൽപ്പിച്ച സന്തോഷത്തിലാണ് വീട്ടുകാരും കുട്ടികളും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.